ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ചപ്പാത്തിക്കും ചോറിനും പറ്റിയൊരു വഴുതനങ്ങക്കറിയാണ് ഉണ്ടാക്കിയത്. അത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റുള്ള കറി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാമിൽ അത്രയും വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനെടുക്കുന്ന വഴുതനങ്ങ നമ്മൾ പുറത്തു നിന്നൊക്കെ വരുന്നൊരു വണ്ണമുള്ള വഴുതനങ്ങയില്ല, അത് നമ്മൾ വാങ്ങിക്കാം കടയിൽ നിന്ന്. ഇത് എൻ്റെ വീട്ടിലുണ്ടായതുകൊണ്ട് ഞാൻ ആ നാടൻ വഴുതനങ്ങ എടുത്തതാണ്. അപ്പോൾ ഇച്ചിരി നാടൻ വഴുതനങ്ങയാണ്, അപ്പോൾ കിട്ടിയതായിട്ട് മറ്റേത് വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത്. അതൊന്ന് പീസാക്കി നീളത്തിലെടുക്കാം. വലിയ വഴുതനങ്ങയാണെങ്കിൽ വട്ടത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം, ഇച്ചിരി കട്ടി കൂട്ടി. ഇത് അതല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അതെല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മസാല പുരട്ടാം. ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു സ്പൂൺ തൈരും ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് പുരട്ടി ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക, അതിലൊന്ന് പിടിക്കാൻ വേണ്ടി. ആ പുളിയും ഉപ്പും ഒക്കെ പിടിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ഓരോ പറക്കിയിട്ട് വറുക്കാം കഷ്ണങ്ങളൊക്കെ. അങ്ങ് കരിമുര മുരിയേണ്ട കാര്യമില്ല, ഒന്ന് വാടി ഒന്ന് വെന്തിങ്ങനെ കിട്ടിയാൽ മതി. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ടൊന്നും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പം നമ്മുടെ ആ കഷ്ണങ്ങളെല്ലാം ഒന്ന് വാടി വെന്തിട്ടുണ്ട്. അപ്പം നമുക്കതൊരു ഇതിലേക്ക് കോരിയെടുക്കാം. ഞാനൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ടെന്ന് വെച്ചാൽ അത്ര എണ്ണ അതിൽ പറ്റി അങ്ങ് പോകുമല്ലോ, അല്ല നമ്മളെല്ലാ എണ്ണയും കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. എപ്പോഴും എണ്ണ കുറച്ച് കഴിക്കുന്നത് നല്ലതെന്നല്ലേ. അപ്പം ഞാനതൊരു ടിഷ്യൂ പേപ്പറിൽ മാറ്റി വെച്ച് എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്ത് കോരുവാണേ. അതും ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു ചീനച്ചട്ടി തന്നെ മതി, വേഗത്തിൽ നമുക്ക് കറി ഉണ്ടാക്കാം എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ആ ചട്ടി തന്നെയാണ് ഇതേ ഒരു 2 ഉണക്കമുളക്, ഇത്തിരി പെരിഞ്ജീരകം, ഇത്തിരി നല്ല ജീരകം, 1 സ്പൂൺ വീതം ഇടാം. അത് 2 കുറച്ച് മുഴുവൻ മല്ലി, ഇത്തിരി തേങ്ങ വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി കൊത്തിയ തേങ്ങയാണ്, ഞാൻ ചിരണ്ടിയ തേങ്ങ ഉണ്ടായില്ല, അപ്പോൾ ആ കൊത്തിയ തേങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ മുളകും ആ കൊത്തിയ തേങ്ങയുണ്ട്, അത് രണ്ടും കൂടെ ആദ്യം ഒന്ന് മൂപ്പിക്കണം. അത് മൂത്ത് വരുമ്പോഴേക്ക് പിന്നെ ഈ കുരുമുളക്, പൊട്ടുകടല ഉണ്ടെങ്കിൽ പൊട്ടുകടല ഇത്തിരി ഇടാം. കപ്പലണ്ടിയാണ് ഇടേണ്ടത്, ഞാൻ എൻ്റെ അടുത്ത് കപ്പലണ്ടി ഇല്ലാഞ്ഞതുകൊണ്ട് 2-3 കാഷ്യൂ ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ടുണ്ട്. കുരുമുളകും ഇട്ടു. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ. ഉണ്ടോ? പൊട്ടുകടല ഇല്ലെങ്കിൽ നമുക്ക് പരിപ്പിട്ട് കൊടുത്താലും മതി, നമ്മൾ കറക്കിയെടുക്കുന്നത്. അതെല്ലാം ഒന്ന് മൂത്ത് അതൊന്ന് നമ്മൾ കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്കൊന്ന് ചൂടാറാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് അരപ്പിനായ ആവശ്യം ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, 2-3 ചുള വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത് ഇത്രയും കൂടെ അരിഞ്ഞ് ആ എണ്ണയിൽ ആ ചീനച്ചട്ടി തന്നെ ഇട്ടൊന്ന് വാട്ടാം. അപ്പോൾ നമുക്ക് വേഗത്തിലാക്കാമല്ലോ, അതാണ് ആ ചട്ടി തന്നെ നമ്മൾ ചെയ്യുന്നത്. അതൊന്ന് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് ഒന്ന് വാടിയിട്ടുണ്ട്. അത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. പലർക്കും പല രീതിയിലായിരിക്കാം ഉണ്ടാക്കുന്നത്, പക്ഷേ ഞാനിങ്ങനെയാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് ഈ തണുത്ത മസാലയില്ലേ നമ്മൾ വറുത്ത് വെച്ചാൽ അത് ആദ്യം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ ജാറിലേക്ക് തന്നെ ഈ വഴറ്റിയ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് അടിച്ചെടുക്കാം. വീണ്ടും അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചട്ടിയിൽ ഇത്തിരി കടുകിടേണ്ട കാര്യമില്ല, ജീരകവും പെരുംജീരകവും നല്ല ജീരകവും കൂടെ താളിച്ച് കരിവേപ്പിലയും കൂടെ ഇടാം. അപ്പോഴാണ് ആ നല്ലൊരു സ്മെല്ല് കിട്ടുന്നത്. ആ കരിവേപ്പില ഇട്ടിട്ട് ഈ അടിച്ച് വെച്ച മസാലയില്ലേ, സവാളയൊക്കെ അരച്ചത്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. അത് മൂത്ത് വന്നപ്പോഴേക്ക് നമുക്ക് അടുത്ത പൊടിച്ച പൊടിയില്ല, ആ പൊടിയും അതിൽ തന്നെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മൂപ്പിക്കാം. അത് നന്നായിട്ട് ആ ചട്ടിയിൽ തന്നെ കിടന്ന് അങ്ങ് മൂത്ത്. പിന്നെ വേറെ എണ്ണയൊന്നും ഒഴിക്കരുത്, ആ ഉള്ള എണ്ണ തന്നെ മതി നമുക്ക്. അപ്പോൾ നമ്മളിതുവരെ ഉപ്പിട്ടില്ലായിരുന്നു, ഉപ്പിട്ട്. വഴുതനങ്ങയ്ക്ക് നമ്മൾ ഉപ്പിട്ടാണ് വറുത്തത്. ഈ അരപ്പിന് ആവശ്യമായ ഉപ്പിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ആ വെള്ളം ഇച്ചിരി കൂടെ വേണം വെള്ളം, എന്ന് വെച്ചാൽ അത് നന്നായിട്ട് കിടന്നൊന്ന് വേകണമല്ലോ. മസാല വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഉണ്ട്, മസാലയെല്ലാം കൂടെ ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് തെളിഞ്ഞ് ഉണ്ട്, അതങ്ങ് വറ്റി.
വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ ടിഷ്യൂ പറ്റി കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഇളക്കി കൂട്ടി ഇങ്ങോട്ട് എടുക്കാം. ആ വഴുതനങ്ങയിലോട്ട് അരപ്പെല്ലാം പിടിക്കും. എന്നിട്ട് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇത് കൂട്ടി ചോറുന്നവർക്ക് ചോറ് തിന്നാനെടുക്കാം, ചപ്പാത്തി പൊറോട്ടയൊക്കെ തിന്നും. ഇതിൻ്റെ കൂടെ ഒരു ഇത്തിരി മധുരം വേണം ഈ പച്ചക്കറി ആകുമ്പോഴത്തേന്. അപ്പോൾ ഒരു ഇത്തിരി ശർക്കരപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു മധുരിപ്പും കൂടി ഇതിന് നല്ലതാണ്. ആ ശർക്കരപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ ഇളക്കി കൂട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്.